ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്നൊരു മീൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു മീൻ കറിയാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേരമീനാണ്. 1/2 കിലോ കേരമീനാണ് എടുത്തിരിക്കുന്നത്. ബാക്കി കാണാം. അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ഉലുവയാണ് കേട്ടോ. ആ ഉലുവയും കൂടെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കറിവേപ്പില എല്ലാം പൊട്ടിക്കറി എല്ലാം കൂടെ ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു 4 സ്പൂൺ മുളക് പൊടിയാണ്, അതിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ, പിന്നെ മുളക് പൊടി കരിഞ്ഞു. മൂപ്പിച്ചെടുക്കാമേ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. പുളിയിട്ട് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓരോരുത്തരുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിൽ നോക്കിയപ്പോൾ നല്ല കുറുകിയിരിക്കുകയാണ്, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. ഞാനിവിടെ മീൻ കറി വെക്കുന്ന വീഡിയോ എടുക്കുകയാണ്. ആമക്കൂടി അവിടെ വഴക്കിന് വേണ്ടിയിട്ട് എന്നോട് വന്ന് നിൽക്കുന്നുണ്ട്. ചാമ്പയ്ക്ക് നിന്നോണ്ട് പുള്ളിക്കാരത്തി ഇവിടെ നിൽക്കാം. ആമക്കൂടി ഹായ് പറഞ്ഞേ. ആമൂടെ ഹായ് പറ. നമ്മളെ അടുപ്പെല്ലാം നല്ലതുപോലെ തിളച്ച് വന്നിട്ട് നമുക്ക് അതിലേക്ക് മീനിട്ട് കൊടുക്കാം. തവിയോണ്ട് കുത്തി ഇറക്കണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ. അപ്പോൾ മക്കളെ നമ്മുടെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നോക്കി ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓക്കെ. പക്ഷേ എനിക്ക് ഉപ്പ് നോക്കാൻ പറ്റില്ല മക്കളെ. മീൻ കറിയാണ്, ഞാൻ നോയമ്പാണ്, അതുകൊണ്ട് എനിക്ക് ഉപ്പ് നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് മോൻ്റെ കയ്യിലോട്ട് കൊടുത്ത് ഉപ്പ് നോക്കിക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ അവനെ കൊണ്ട് ഉപ്പൊക്കെ നോക്കിച്ചു ഫ്രണ്ട്സേ. അപ്പോൾ അവൻ പറഞ്ഞു എല്ലാം പാകത്തിനാണെന്ന് കുഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇനി ഇത് തീ കുറച്ച് വെച്ച് നല്ല കണക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് വറ്റിച്ചെടുക്കാം. തിളയ്ക്കേണ്ട തിള കണ്ട മക്കളെ. ഇത്രയും നേരം അടുക്കള എൻ്റെ കൂടെ വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന ആൾ ഇതാണ്ട് കിടക്കുന്ന കിടപ്പ് കണ്ടോ മക്കൾ. ചാമ്പയ്ക്ക് കഴിക്കുള്ളൂ. ചാമ്പയ്ക്കാണ് മോളത്. ബിസ്ക്കറ്റ് കഴിക്കും. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. റെഡിയായി വരണം, ഒന്നുകൂടെ ഒന്ന് വറ്റണം. കറി റെഡിയായി. എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെക്കാം. തീ ഓഫ് ചെയ്യണേ.